ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗലത്തേക്ക് മടങ്ങിയെത്തിയ വരുൺ ആകെ നിരാശയോടെ വാതുക്കൽ തന്നെ നിന്നു. എന്തായാലും സത്യാവസ്ഥ ഏട്ടനോടെങ്കിലും തുറന്നു പറയാം. ഈ വീട്ടിൽ മറ്റാരോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് നേരെ അകത്തേക്ക് കയറി വന്നു. അപ്പോഴാണ് ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യയെ കണ്ടത്. സൂര്യ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എല്ലാ സത്യങ്ങളും ഏട്ടനോട് പറയാമെന്ന് കരുതി അവിടേക്ക് നടന്നു വന്ന വരുൺ പെട്ടെന്ന് ആലോചിച്ചു നിന്നു. സൂര്യയുടെ അരികിലേക്ക് നടന്നു വരുമ്പോഴാണ് സൂര്യ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വിൽക്കുകയും സൂര്യ വല്ലാതെ ചുമയ്ക്കുകയും ചെയ്തു. തലയിൽ സൂര്യ തടവി കൊടുക്കുമ്പോൾ വരുൺ അരികിലേക്ക് പോകാനായി വരുന്ന നിമിഷം പെട്ടെന്ന് അവിടെ നിന്ന് ഈ കാഴ്ച കണ്ട പ്രിയങ്ക ഓടിയെത്തിയും സൂര്യയുടെ തലയിൽ തട്ടിക്കൊടുക്കുകയും പതുക്കെ സൂര്യയ്ക്ക് കുടിക്കാനായി വെള്ളം എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ടും സൂര്യയുടെ ചുമ മാറുന്നില്ല എന്ന് കണ്ടതോടെ വേഗം തലയിൽ പതിയെ വീണ്ടും തടവി കൊടുക്കുകയാണ് പ്രിയങ്ക. ഈ സമയത്ത് അവിടെ വന്ന് നിന്ന് ഈ കാഴ്ചയെല്ലാം കാണുന്ന വരുണിനെ പ്രിയങ്ക കാണാനിടയായി. എന്തായാലും വരുൺ കാണുന്നതിന് വേണ്ടി തന്നെ ഒന്ന് വരുണിനെ പതിയെ വരുൺ അറിയാതെ നോക്കിയിട്ട് പ്രിയങ്ക വളരെ സ്നേഹത്തോടെ സൂര്യയെ പരിചരിക്കുന്നു. ഏട്ടാ, ഏട്ടന് ഭക്ഷണം കഴിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിക്കലുണ്ടായില്ലേ, ഞാൻ ഏട്ടത്തെ വിളിക്കണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനിവിടെ തന്നെ നിന്നോളാം. ഏട്ടനും മറ്റാരും കൂടിയിരിക്കുന്നതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചതും സൂര്യ പറഞ്ഞു, അറിയില്ല, ഇന്ന് തനിച്ചിരുന്നുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു, ഏട്ടാ, ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇനിയിപ്പോൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഞാൻ വേണമെങ്കിൽ ഏട്ടനെ കൂട്ടുവന്ന് ഇവിടെ വന്നിരിക്കാം. എന്താ, അതുപോലെ ഏട്ടന് എന്നോട് പറഞ്ഞാൽ മതി, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് സൂര്യയോട് പ്രിയ സംസാരിക്കുമ്പോൾ ഉടനെ സൂര്യ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. ഈ കാഴ്ച കണ്ടതോടെ പ്രിയങ്ക പറഞ്ഞു, അതെന്താ ഏട്ടാ, ഏട്ടൻ പോകാൻ തുടങ്ങിയാണോ? ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോഴേക്കും സൂര്യ പറഞ്ഞു, വേണ്ട മോളെ, എനിക്ക് മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഏട്ടൻ ഇവിടെ ഇരുന്നേ, ഇത് മുഴുവൻ കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം സൂര്യയെ ഭക്ഷണം മുട്ടുന്നു. പ്രിയങ്ക വീണ്ടും ഭക്ഷണം കഴിക്കാനായി നിർബന്ധിക്കുകയും കറിയും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും സൂര്യ പറഞ്ഞു, മതി മോളെ, മതി, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ് സൂര്യ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്രിയങ്ക സൂര്യയോട് പറഞ്ഞത്, എന്നാൽ ഏട്ടൻ കഴിച്ചു തീരുന്നത് വരെ ഞാനിവിടെ നിൽക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യയുടെ അരികിൽ പ്രിയങ്ക നിന്നു. അപ്പോഴേക്കും വരുൺ അരികിലേക്ക് എത്തി. ആഹാ, വന്നല്ലോ, ഏട്ടനും ഏറ്റവും പ്രിയപ്പെട്ട ആള് എത്തിയല്ലോ, ഇനിയിപ്പോൾ എനിക്ക് പോകാലോ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു. വരുൺ വളരെ ഗൗരവത്തോടെ പ്രിയങ്ക തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്കും വരുൺ ചേറ് വലിച്ച് ഏട്ടൻ്റെ അരികിൽ വന്നിരുന്ന് ഏട്ടൻ്റെ കയ്യിലേക്ക് കടന്നു പിടിച്ച് ഏട്ടാ എന്ന് വരുൺ വിളിച്ചപ്പോഴേക്കും സൂര്യ വരുണിനെ നോക്കി പറഞ്ഞു, അതെ മോനെ, നീ ലക്കിയാടാ. ഇത്രയും എല്ലാവരെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടിയല്ലടാ നിനക്ക് കിട്ടിയത്. കയ്യിലിരിക്കുന്നത് മരതകത്തെ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മാണിക്യമാണെന്ന് കരുതി അത് തിരിച്ചറിയാൻ കഴിയാതെ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന വെറും കരിക്കട്ടയെ തേടി പോകുന്നത് ശരിയല്ല മോനെ എന്ന് വരുണിനോട് സൂര്യ പറയുന്നു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, ഏട്ടാ, ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞതും സൂര്യ പറഞ്ഞു, മോനെ, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളത്, ഏട്ടൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ. നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ. പ്രിയങ്കയെ പോലെയുള്ള ഇങ്ങനെ നമ്മുടെ കുടുംബത്തെയും ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ കഴിയുന്ന പ്രിയങ്കയുടെ മനസ്സ് നീ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എൻ്റെ മോന് കിട്ടിയത് നിന്റെ മഹാഭാഗ്യമാണ് എന്നെല്ലാം സൂര്യ വരുണിനോട് പറയുന്നു. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ വരുൺ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് വരുണിനോടുള്ള സൂര്യയുടെ ഉപദേശങ്ങളെല്ലാം കേട്ടു നിന്ന് പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു, വരുണേ, നിന്റെ വീട്ടുകാരെ എല്ലാവരെയും ഞാൻ ഇതുപോലെ കയ്യിലെടുക്കും. അന്ന് അങ്ങനെ നിന്നെക്കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ നിർബന്ധിപ്പിക്കും. അവസാനം എന്നെ സ്നേഹിക്കാതെ നിനക്ക് നിവൃത്തിയില്ല എന്നാകും വരുൺ എന്ന് പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് പ്രിയങ്കയുടെ ഫോണിലേക്ക് ശരത്ത് വിളിക്കുന്നത്. ശരത്തിൻ്റെ കോള് വന്നത് കണ്ട് പ്രിയങ്ക പതിയെ കോള് അറ്റൻഡ് ചെയ്തു. മറ്റാരും കേൾക്കണ്ട എന്ന് കരുതി പ്രിയങ്ക ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്താ ശരത്, എന്താ നീ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചതും ശരത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് കണിമംഗലത്തെ ജീവിതം? എല്ലാം നല്ല രീതിയിലല്ലേ പോകുന്നത്, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഓ എന്തൊക്കെയെന്ന്. അല്ല, നീ വരുണോടെല്ലാം സംസാരിച്ചല്ലേ പുതിയൊരു സിനിമ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, എവിടുന്ന്? അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം കിട്ടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു, അതെ, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ പ്രണയത്തിലായിരിക്കും. അത്രയും സ്നേഹം പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിന്റെ ആവശ്യങ്ങളൊക്കെ നീ ചോദിച്ച് എല്ലാം നടപ്പിലാക്കിക്കോണം. അതാണ് മോളെ നല്ലത്.
അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തേണ്ടി വരും. അത് മറക്കണ്ട എന്ന് പറഞ്ഞു. എന്താ നീ നിന്റെ ലക്ഷ്യമൊക്കെ മറന്നുപോയോ എന്നൊക്കെ ശരത് ചോദിച്ചു. പ്രിയങ്ക മാറി നിന്ന് സംസാരിക്കുന്നത് അതുവഴി കടന്നു വന്ന കൽപ്പന കാണാനിടയായി. ആരോട് അവൾ സംസാരിക്കുന്നതെന്നറിയാനേ കൽപ്പന വേഗം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത്, ഞാൻ എൻ്റെ ലക്ഷ്യം മറന്നിട്ടൊന്നുമില്ല. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ ലക്ഷ്യം മറന്നിട്ടൊരു ജീവിതവും എനിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആർക്കെന്ത് സംഭവിച്ചാലും എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അത് അത്രയും ദൃഢമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു, ശരി, എന്നാലേ നീ അതിനു വേണ്ടി വേഗം ട്രൈ ചെയ്യണം. അതാണ് വേണ്ടത്. മറ്റൊന്നും നീ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. നിന്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണോ അതാണ് നീ കൃത്യമായി ചെയ്യേണ്ടത്. ബാക്കിയൊന്നും നീ കാര്യമാക്കരുതെന്ന് പറഞ്ഞു. ശരി, നീ തൽക്കാലം ഫോൺ വെച്ചു, എല്ലാം റെഡിയായതിനു ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ച് കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വാതുക്കൽ പ്രിയങ്കയുടെ സംസാരം നോക്കിക്കൊണ്ട് നിൽക്കുന്ന കൽപ്പനയെ കണ്ടു. കൽപ്പന ഉടനെ ചോദിച്ചു, എന്താ, ആരോടാ നീ വിളിച്ച് സംസാരിച്ചത്? എന്താ നിനക്ക് മറ്റാരും അറിയാത്ത അത്രയും വലിയ ലക്ഷ്യം? എന്ത് ലക്ഷ്യവുമായിട്ടാണ് നീ ഇവിടേക്ക് കടന്നു വന്നത്? അല്ല, നീ ആരോടാ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക ചോദിച്ചു, ഇത് ഇപ്പോൾ തുടങ്ങിയതാണോ? എന്ന് തുടങ്ങി? അത് കേട്ടതും എന്ത് തുടങ്ങിയെന്ന്? അല്ല, ആരെങ്കിലും മാറുന്ന് സംസാരിക്കുന്നത്, അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നത് എന്ന് ചോദിച്ചപ്പം കൽപ്പനയ്ക്ക് ആ കരി വന്ന് വേഗം പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു. അതെ, നീ ഇങ്ങനെ സംസാരിക്കുന്ന ഒളിഞ്ഞു കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനിതുവഴി പോയപ്പം നീ സംസാരിക്കുന്നത് കേട്ടുള്ളൂ, അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ വീട്ടിൽ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒളിഞ്ഞു കേൾക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല താനും, മനസ്സിലായോടി? നീ ഇന്നലെ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഇന്നലെ വന്നാലും എന്ന് വന്നാലും ഈ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യതയുണ്ട്, മനസ്സിലായോ? പിന്നെ ഇന്നലെ ഇങ്ങോട്ട് വന്ന് എന്ന് വെച്ച് മര്യാദ പഠിക്കാനായിട്ട് അതിന് എത്ര കാലത്തെ പഴക്കം വേണം എന്ന് പ്രിയങ്ക കൽപ്പനയോട് ചോദിക്കുമ്പോൾ കൽപ്പന പറഞ്ഞു, അതെ, നിന്നോട് അമ്മയും മുത്തശ്ശിയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാകും എന്നെക്കുറിച്ച്. അതൊക്കെ കേട്ട് നീ എന്നെ അങ്ങ് വെല്ലുവിളിക്കാനും എന്നെ അങ്ങ് തോൽപ്പിക്കാനും എന്നോട് എന്തും കയർത്ത് സംസാരിക്കാമെന്നും ഒന്നും ധാരണയൊന്നും നീ മനസ്സിൽ കൊണ്ടു നടക്കണ്ട, മനസ്സിലായോ? ഇത് കൽപ്പനയാണ്. ഈ കൽപ്പനയോട് ഏറ്റുമുട്ടിയാലേ നീ വിവരം അറിയും, മനസ്സിലായോ എന്ന് ചോദിച്ചു കൽപ്പന പ്രിയങ്കയുടെ നേരെ ശബ്ദമുയർത്തുമ്പോൾ പ്രിയങ്ക എല്ലാം തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും എൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ചെയ്യുന്ന എന്താണെന്നൊക്കെ നോക്കുന്ന നേരം കൊണ്ട് ആ ഏട്ടനടുത്ത് പോയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. ആ ഏട്ടനെങ്കിലും അല്പ സമാധാനവും സന്തോഷവും കിട്ടും എന്ന് പ്രിയങ്ക പറഞ്ഞു. അതിന് മറുപടി പറയാൻ കൽപ്പന ഒരുങ്ങുമ്പോഴും പെട്ടെന്ന് പ്രിയങ്ക മോളെ എന്നുള്ള അമ്മയുടെ വിളി അകത്തുനിന്ന് കേട്ടു. ഇതാ വരുന്നമ്മേ എന്ന് പറഞ്ഞ് പ്രിയങ്ക മറുപടി നൽകിയിട്ട് കൽപ്പനയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ അമ്മയുടെ അരികിലേക്ക് ചെല്ലട്ടെ, അമ്മ എന്തിനാ എന്നെ വിളിച്ചതെന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം എഴുതിക്കുള്ള മറുപടി ഞാൻ തരാം, ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുമ്പോൾ കൽപ്പന ആകെ കലിതുള്ളി നിൽക്കുന്നു. പിന്നീട് റൂമിലെത്തിയ വരുൺ ആകെ നിരാശയോടെ ഇരിക്കുന്നത് കണ്ട് പ്രിയങ്ക അരികിലേക്ക് ചെന്ന് വരുണിൻ്റെ തോളത്ത് കൈവച്ച് വരുൺ എന്ന് വിളിച്ചു. പെട്ടെന്ന് എന്താ എന്ന് ചോദിച്ച് പ്രിയങ്കയുടെ കൈ മാറ്റിയിട്ട് വരുൺ ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു. എന്താ കാര്യം എന്ന് ചോദിച്ചതും, അല്ല, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊടാനുള്ള അവകാശം പോലും ഇല്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, ദേ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു നമുക്കിടയിൽ എങ്ങനെയായിരിക്കും, എങ്ങനെയുള്ള ബന്ധമാണെന്ന്. അതിൽ കൂടുതൽ അധികാര അവകാശമൊന്നും നീ സ്ഥാപിച്ചെടുക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ട വരുൺ? വരുൺ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. വരുൺ, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, നീ എന്നെ ദൈവമായിട്ട് കാണുമൊന്നും വേണ്ട, ഞാൻ വെറും ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയ കാര്യങ്ങളും എൻ്റെ കണ്ണിൽ ഞാൻ മോഹിച്ച കാര്യങ്ങളൊന്നും അത്ര വേഗം മായ്ച്ചു കളയാനോ മറന്നു കളയാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക കരയാൻ തുടങ്ങി. അത് കണ്ട വരുൺ പറഞ്ഞു, ദേ, നീ വെറുതെ ഇവിടെ നിന്ന് കരയരുത്, ഇത് കണ്ട ആരെങ്കിലും ഇവിടെ വന്ന് വലിയ ചോദ്യം ബഹളം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത് വരുൺ? വരുൺ എന്നോട് പറ. വരുണിനോടുള്ള ജീവിതം ആഗ്രഹിച്ച് ഞാൻ എവിടേക്ക് വന്നത്? വരുണിന് വേണ്ടി ഞാനിനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭർത്താവിൻ്റെ സന്തോഷം മാത്രമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതമെന്നാണ്. വരുണിന് സന്തോഷമാകാൻ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണോ? വരുൺ അറിയുമോ, എൻ്റെ അച്ഛൻ ആ കയ്യിലുണ്ടായിരുന്ന അല്പം പൊന്നൊക്കെ സുരുക്കൂട്ടിയും പിന്നെ നാട്ടിലുള്ളവരുടെ കിട്ടാവുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയും ഒക്കെയാണ് വരുണിനോടൊപ്പം എന്നെ വിവാഹം കഴിപ്പിച്ച് ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി ചെന്നാൽ എൻ്റെ അച്ഛനുണ്ടാകാൻ പോകുന്ന സങ്കടവും വേദനയും എത്രയാണെന്ന് വരുൺ അറിയാമോ? എൻ്റെ അച്ഛൻ്റെ മനസ്സങ്ങനെ വേദനിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീട്ടിൽ തന്നെ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അത് കേട്ടതും വരുൺ അയ്യോ എന്ന് വിളിച്ചതും പ്രിയങ്ക പറഞ്ഞു, അയ്യോ, അത് പറ്റില്ല, അത് ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
നവവധു ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയോ മറ്റോ ചെയ്താൽ അത് വരുണിന് തന്നെ കുറച്ചിലാവില്ലേ? വരുണിന് മോശമാവില്ലേ? അല്ലെങ്കിൽ അത് വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, എന്നിട്ട് എവിടെയെങ്കിലും പോയി ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഇതിലേതാ വേണ്ടതെന്ന് വരുൺ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. ഞാൻ ഒരിക്കലും വരുണിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വരുണിനെ വേദനിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പ്രിയങ്ക റൂമിൽ നിന്ന് പോകുന്നു. ഒന്നും മിണ്ടാനാകാതെ വരുൺ ആകെ ധർമ്മസങ്കടത്തിലായി. ആകെ സങ്കടത്തോടെ വരുൺ റൂമിലിരിക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് ഇത്രയും വലിയൊരു പ്രകടനം കാഴ്ചവെച്ച പ്രിയങ്ക ശരിക്കും വരുണിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ശ്രദ്ധിച്ചു. വരുണെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ മുന്നിൽ ഇതുപോലുള്ള പ്രകടനങ്ങൾ ഞാൻ ഇനിയും കാഴ്ചവെക്കും. അവസാനം നിനക്ക് നിവൃത്തിയില്ലാതെ എന്നെ സ്നേഹിക്കേണ്ടി വരും. നിന്നെ ഞാൻ എൻ്റെ വരുതിക്ക് കൊണ്ടുവരും എന്ന് പ്രിയങ്ക മാറി നിന്ന് വരുണിനെ നോക്കി ആലോചിച്ചു. പിന്നീട് കാണുന്നത് ആകെ വിഷമത്തോടെ നടന്ന സംഭവങ്ങളൊക്കെ ഓരോന്നും ആലോചിച്ച് ഇനി തൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് രാധിക വീട്ടുപടിക്കൽ. അപ്പോഴേക്കും അവിടേക്ക് നന്ദൂട്ടനെത്തി. രാധികേച്ചി എന്ന് വിളിച്ചതും അതൊന്നും കേൾക്കാതെ മറ്റു ആലോചനയിൽ തന്നെ മുഴുകിയിരുന്ന രാധികയെ വീണ്ടും നന്ദൂട്ടൻ വിളിച്ചു. രാധികേച്ചി, രാധികേച്ചിക്ക് എന്താ ഇത്ര സങ്കടം? എനിക്ക് മനസ്സിലായി, എല്ലാവരും കൂടി രാധികേച്ചിയെ പറ്റിച്ചു അല്ലേ? വരുണേട്ടൻ്റെ കൂടെ പോകാൻ രാധികേച്ചി ആരും സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദു രാധികയോട് സംസാരിക്കുമ്പോൾ അത് കേട്ട് രാധിക പറഞ്ഞു, മോനെ നന്ദൂട്ട, ചേച്ചി അന്നേരെ പറഞ്ഞതല്ലേ ഈ കാര്യമൊന്നും നീ ഇനി ആരോടും പറയരുതെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിച്ചത്? അല്ല, നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പം ഉടനെ നന്ദൂട്ടൻ പറഞ്ഞു, അതെ, രാധികേച്ചി നടക്കാവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. വാ ചേച്ചി, ചേച്ചി കൂട്ടിക്കൊണ്ട് പോരാൻ ഞാൻ വന്നത്. നമുക്ക് പോയി കാണാൻ ചേച്ചി. എത്രയോ ആളുകൾ അവിടെ വന്നിരിക്കുന്നതെന്നറിയോ? ഫിലിം സ്റ്റാറൊക്കെ ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, നന്ദൂട്ട നീ ചെല്ല്, ഞാൻ വരുന്നില്ല. അപ്പോഴേക്കും നന്ദൂട്ടൻ പറഞ്ഞു, രാധികേച്ചി വന്നേ, രാധികേച്ചി ഉണ്ടല്ലേ ഞാനും പോകൂ, രാധികേച്ചി ഉണ്ടല്ലേ രസമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നന്ദു ബഹളം വെച്ചതും രാധിക ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. നന്ദൂട്ട നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് അവിടേക്ക് യശോദ എത്തി. എന്താ നന്ദു, എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും നന്ദൂട്ടൻ പറഞ്ഞു, അമ്മേ, നടക്കാവിൽ സിനിമക്കാർ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ടിംഗ് നടക്കുക. അങ്ങോട്ട് വരാൻ രാധികേച്ചിയെ വിളിച്ചിട്ട് രാധികേച്ചി വരുന്നില്ല. അത് കേട്ട ഉടനെ യശോദ പറഞ്ഞു, മോളെ, നന്ദൂട്ടൻ്റെ കൂടെയല്ലേ, നീ ചെല്ല്, അവൻ്റെ കൂടെ ചെല്ലുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചതും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ യശോദ പറഞ്ഞു, എടി മോളെ, എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ. നിന്റെ ഈ സങ്കടത്തിൽ നിന്ന് നിന്നെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. എത്രയൊക്കെയാന്ന് വെച്ചാൽ അമ്മ പറഞ്ഞാലൊന്നും നിനക്ക് മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് എൻ്റെ മോള് നന്ദൂട്ടൻ്റെ കൂടെ ചെല്ല്, അവനും ഒരു സന്തോഷമാവട്ടെ. നീ അവൻ്റെ കൂടെ സമാധാനത്തോടെ ചെല്ലു മോളെ എന്ന് പറഞ്ഞപ്പോൾ നന്ദൂട്ട, മോൾ രാധികേച്ചിയെ നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞതും നന്ദൂട്ടൻ പറഞ്ഞു, അതിനെന്താ അമ്മേ, രാധികേച്ചി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ രാധികേച്ചിക്ക് ഒരു സങ്കടവും ഇല്ല. ഞാൻ രാധികേച്ചി സങ്കടപ്പെടാൻ സമ്മതിക്കില്ലല്ലോ. അമ്മയ്ക്ക് അതറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും രാധിക പോകാൻ മടി കാണിക്കുന്നത് കണ്ട് യശോദ പറഞ്ഞു, എടി മോളെ, ഞാൻ പറയുന്നൊന്ന് കേട്ടേ, നിനക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു മാറ്റം വേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ മോള് പോവൂ എന്ന് പറഞ്ഞതും അത് കേട്ട യശോദയുടെ വാക്ക് കേട്ട് നന്ദൂട്ടൻ പറഞ്ഞു, അതേ രാധികേച്ചി, വാ നമുക്ക് പോകാം. അപ്പോഴേക്കും രാധിക പറഞ്ഞു, അല്ലമ്മേ, ഇനി മുത്തശ്ശി ഞാൻ സിനിമ ഷൂട്ട് കാണാൻ പോയാൽ മുത്തശ്ശി അതിനോ ദേഷ്യപ്പെടില്ലേ, വഴക്ക് പറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ യശോദ പറഞ്ഞു, മുത്തശ്ശി അറിയാതെ ഞാൻ നോക്കിക്കോളാം, മോൾ എന്തായാലും നന്ദൂൻ്റെ കൂടെ പോകാൻ നോക്കടി എന്ന് പറഞ്ഞു. അവസാനം മനസ്സോടെ രാധിക പോകാനായി സമ്മതിച്ചു. പിന്നീട് കാണുന്നത് കണിമംഗലത്ത് കൽപ്പന പ്രിയങ്കയെക്കുറിച്ച് ഉർവശിയോടും ഗൗതമനോടും പറയുന്നു. ആ പ്രിയങ്ക അവൾ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. അവൾക്ക് ഈ വീട്ടിൽ ആരെ അടുപ്പിച്ച് നിർത്തണം, ആരെ അകറ്റി നിർത്തണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അവളിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അവള് ഒരു നിസ്സാര ലക്ഷ്യവുമായിട്ടല്ല ഇവിടെ വന്നു കയറിയിരിക്കുന്നത്. അവളുടെ മനസ്സിൽ എന്തോ വലിയ ഗൂഢാലോചനയുണ്ട്, അത് തീർച്ചയാണ്. അവള് ഇന്നത് മറ്റാരോടോ പറയുന്നത് ഞാൻ കേട്ടു. എന്തായാലും അവൾ എന്തെങ്കിലും ചെറിയ ലക്ഷ്യവുമായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് കൽപ്പന പറഞ്ഞു. കൽപ്പനയുടെ വാക്കുകൾ കേട്ട് ഉർവശിയും തലകുലുക്കി. അപ്പോഴേക്കും അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമോ, അതെന്തായിരിക്കും? അത് കേട്ട ഉർവശി അങ്ങനെ ചോദിച്ചത് കേട്ട് കൽപ്പന പറഞ്ഞു, അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. അവൾ ആരോടോ പുറത്തു നിന്ന് സംസാരിക്കുന്നത് കേട്ടതാണ്. അവള് ഇവിടെയുള്ളവരെ എല്ലാം കയ്യിലെടുത്ത് മറ്റെന്തൊക്കെയോ ദുരുദ്ദേശത്തോടുകൂടി എത്തിയത്. വരുൺ എന്തായാലും അവളുടെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞതും അവളുടെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതും വെറുതെയല്ല. അവന് അവളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ട ഉടനെ ഗൗതം പറഞ്ഞു, അങ്ങനെ അവൾക്ക് ആരുമായിട്ടാണ് അങ്ങനെ കമ്പനി ഉണ്ടാവുക? പുറത്ത് ആരെങ്കിലുമായിട്ട് അവൾക്ക് കമ്പനി ഉണ്ടെന്നാണോ കൽപ്പന പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കൽപ്പന പറഞ്ഞു, അങ്ങനെ ഇല്ല എന്നും ഞാൻ പറയുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ തന്നെ അവരോടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും അവളുടെ വീട്ടിലുള്ള ആരുമായിട്ടല്ല അവരുടെ സംസാരം. അവിടെയുള്ളവർക്കൊന്നും ഇത്രത്തോളം ബുദ്ധിയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തോ ഒന്ന് അവളുടെ മനസ്സിലുണ്ട്. അതെന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കേട്ട ഉടനെ ഉർവശി പറഞ്ഞു,
അല്ല, ഇനിയിപ്പം എന്തായിരിക്കും അവൾ ആലോചിച്ച് കൂട്ടിയിരിക്കുന്നത്? എല്ലാവരെയും ഈ സംശയത്തിൽ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇനി അഥവാ അവളുടെ ലക്ഷ്യം എന്താണെന്നും അവൾ എന്താ കരുതിയിരിക്കുന്നതെന്നും എപ്പോഴെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് പതിയെ പതിയെ പുറത്ത് വരാതിരിക്കില്ലല്ലോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാതെ വേറൊന്നും ചെയ്യാനാവില്ല. കാത്തിരിക്കുക. എന്നിട്ട് മാത്രമേ ഇതിന് ഒരു പ്രധാനമായ യഥാർത്ഥ പരിഹാരം കണ്ടെത്താൻ പറ്റൂ എന്ന് ഉർവശി പറഞ്ഞു. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അതേ കൽപ്പന, ഇനിയിപ്പോൾ പുറത്ത് മറ്റേതെങ്കിലും ഒരു ബന്ധം അവൾക്കുണ്ടെങ്കിൽ തന്നെ അതെന്താണെന്ന് കണ്ടെത്തണമെങ്കിലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പം തന്നെ അവൾ ഈ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും നല്ല കുട്ടിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് നേരെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു ഊഹാഭോഗം പറഞ്ഞ് നമുക്ക് എടുത്തു ചാടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു, എന്തായാലും ഇതിന് ഒരു കാരണം കണ്ടെത്തിയേ പറ്റൂ. പതിയെ വരുണും പ്രിയങ്കയും തമ്മിലുള്ള അകൽച്ച നമുക്ക് പൂർണ്ണമാക്കണം. അതിന് അവളിൽ വരുണിന് അവളോട് ഇഷ്ടം തോന്നാതിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. ആ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ പതിയെ പതിയെ അത് പൊലിപ്പിച്ച് എന്നേക്കുമായി അവളെ ഈ കണിമംഗലത്ത് നിന്ന് പുറത്താക്കാൻ നമുക്ക് കഴിയുമെന്ന് ഉർവശി കൽപ്പനയെ ഉപദേശിച്ചു. അതും ശരി തന്നെയാണ് എന്ന് കൽപ്പന തലകുലുക്കി സമ്മതിച്ചു. അതിനുവേണ്ടി കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അവളെ ഞാനങ്ങനെ വെറുതെ വിടില്ല. എൻ്റെ കണ്ണ് ഏതു നേരവും അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും, അത് തീർച്ച. അവളുടെ ആ കള്ളത്തരം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം എന്ന് കൽപ്പന പറയുമ്പോൾ അതെല്ലാം കേട്ടെന്ന് ഉർവശി പറഞ്ഞു, ശരി ശരി, ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു. ഞാനേ ഇവിടെ നിൽക്കുന്നില്ല. കാരണം എല്ലാവരും കൂടി ഇവിടെ കയറി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയമോ? ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഉർവശി വേഗം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ തക്കത്തിൽ ഗൗതം കൽപ്പനയെ തന്നെ അങ്ങനെ നോക്കുന്നു. കൽപ്പന ഗൗതമിൻ്റെ നോട്ടം കണ്ടിട്ട് പറഞ്ഞു, എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു. ഗൗതം പറഞ്ഞു, നിന്റെ സൗന്ദര്യമൊന്ന് ഞാൻ ശരിക്കും ആസ്വദിച്ചതാണ്. അതെ, മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അങ്ങനെ അടക്കി വെച്ച് വെറുതെ സമയം പാഴാക്കി കളയരുത്. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളും സമയങ്ങളുമൊക്കെ പിന്നീട് അതോർത്ത് നമ്മൾ പശ്ചാത്തപിക്കേണ്ടിയും സങ്കടപ്പെടേണ്ടിയും വരും. അതുകൊണ്ട് വെറുതെ സമയം പാഴാക്കാതെ നമ്മൾക്ക് കിട്ടുന്ന സമയം അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് ഗൗതം കൽപ്പനയെ നോക്കി പറഞ്ഞു. പ്രണയത്തോടുള്ള ഗൗതമിൻ്റെ നോട്ടം കണ്ട് കൽപ്പനയും കുറേ നേരം ഗൗതമിനെ തന്നെ നോക്കി. ആ നോട്ടത്തിൽ ഗൗതം പതുക്കെ കൽപ്പനയുടെ മുഖത്ത് ഒന്ന് തലോടനെ കൈ ഉയർത്തിക്കൊണ്ട് വരുന്നത് കണ്ട് കൽപ്പന പറഞ്ഞു, അടങ്ങിയിരിക്കും ഗൗതം, ആരെങ്കിലും കണ്ടാലോ എന്ന് പറഞ്ഞ് വേഗം ഗൗതമിൻ്റെ കൈ തട്ടി മാറ്റി കൽപ്പന റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഗൗതം അപ്പോഴേക്കും കൽപ്പനയോടുള്ള പ്രണയത്തിൽ മുഴുകി അങ്ങനെ കൽപ്പനയെക്കുറിച്ച് ആലോചിച്ച് പുഞ്ചിരിയോടെ റൂമിൽ തനിച്ചിരുന്നു. പിന്നീട് കാണുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഡയറക്ടർ അവിടുത്തെ തൻ്റെ അസിസ്റ്റൻറ്റിനോട് ഡയറക്ടർ പറഞ്ഞു, അതെ, ജീവൻ സാറ് എത്തിയിട്ടില്ലേ? മേഡവും എത്തിയോ? എപ്പോഴത്തേക്കാണ് ഷൂട്ട് നടത്തുന്നത്? കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഉടനെ പ്രോഗ്രാം പോയി പറഞ്ഞു, സർ, ഇപ്പോൾ സജീവ് സാർ എത്തിച്ചേരും. പിന്നെ മേഡം ഒരല്പം കൂടി വൈകും. കുറച്ച് നേരം കഴിഞ്ഞിട്ടേ മേഡം എത്തിച്ചേരുള്ളൂ. അത് മേഡം വിളിച്ചറിയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദൂട്ടൻ അവിടേക്ക് ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നിർബന്ധപൂർവ്വം ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നു. അവിടെ ആളുകളെല്ലാവരും ഷൂട്ട് കാണാനായി കാത്തു നിൽക്കുമ്പോൾ ഡയറക്ടർ സാറ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് തൻ്റെ അസിസ്റ്റൻറ്റിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും ജീവ സാർ എത്താറായെന്നാണ് ഇപ്പോൾ വിളിച്ചോ പറഞ്ഞതെന്ന് ആ പ്രോഗ്രാം പോയി പറഞ്ഞത്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് അവിടെ നിന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ജീവ എന്ന ഫിലിം സ്റ്റാറിനെ കണ്ട് എല്ലാവരും ഉള്ള സന്തോഷത്തോടെ വരുണിനെ നോക്കി ഹായ് വീശി. അത് കണ്ടു നിന്ന് അവിടെ ഹായ് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാവരും നിൽക്കുമ്പോൾ അവരോടെല്ലാവരോടും ഹായ് പറഞ്ഞ് കൈയൊക്കെ വീശി അങ്ങനെ സന്തോഷത്തോടെ ചെയ്തു നിൽക്കുമ്പോൾ നന്ദൂട്ടൻ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. അപ്പോഴേക്കും നന്ദൂട്ടൻ അവിടെ നിന്ന് ജീവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് രാധികയോട് പറഞ്ഞു, രാധികജി നോക്കിക്കേ, കണ്ടില്ലേ, സാറിനെ കണ്ടില്ലേ, എത്ര സുന്ദരനാ എന്നൊക്കെ നന്ദൂട്ടൻ പറഞ്ഞു. ഈ സമയത്ത് ഡയറക്ടർ തൻ്റെ പ്രോഗ്രാം ബോയോട് ചോദിച്ചു, അതെ, നമ്മൾ ഷൂട്ട് ചെയ്യാനായി ഏർപ്പാട് ചെയ്ത ആ ക്ഷേത്രത്തിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ അല്ലേ, എല്ലാം ഓക്കെ ആണല്ലോ എന്ന് ചോദിച്ചിട്ടും അയാൾ പറഞ്ഞു, സർ, നമ്മൾ ഉദ്ദേശിച്ച ആ ക്ഷേത്രം തൽക്കാലം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇവിടെ അടുത്ത് മറ്റൊരു ശ്രീകൃഷ്ണ അമ്പലമുണ്ട്, അവിടെ നമുക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യം എനിക്കിന്ന് അവിടെ പോയി ഒന്ന് കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നും നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇല്ല സർ എന്ന് അയാൾ അറിയിച്ചു. അപ്പോഴാണ് ജീവ കാറിൽ നിന്നിറങ്ങി തൻ്റെ ആരാധകർക്ക് നേരെ കൈയൊക്കെ വീശങ്ങ് നിൽക്കുമ്പോൾ തന്നെ മൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ജീവ ശ്രദ്ധിക്കാനിടയായി. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ രാധിക അയാൾ തന്നെ ഉറ്റുനോക്കുന്നത് ശ്രദ്ധിച്ചു. അയാൾ വേഗം തന്നെ തൻ്റെ മുഖത്ത് വെച്ച കൂളിംഗ് ഗ്ലാസ് അഴിച്ചു മാറ്റി രാധികയെ അടിമുടി നോക്കി അതിശയത്തോടെ നിൽക്കുന്നു.